തൃശൂർ കോർപ്പറേഷന്റെ പറവട്ടാനി ഇലക്ട്രിസിറ്റി സ്റ്റോറിൽ നിന്ന് 11,000 കിലോയിലധികം ചെമ്പ് കമ്പി കടത്തിയതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കൌൺസിൽ. കഴിഞ്ഞ LDF ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണസമിതി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷം. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, കഴിഞ്ഞ ഭരണസമിതിയിൽ ഏറെ വിവാദമായ ഒരു വിഷയമായിരുന്നു ഈ ചെമ്പ് കമ്പി മോഷണം. ഇപ്പോഴത്തെ കൌൺസിൽ വിജിലൻസ് അന്വേഷണവുമായാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സൂര്യ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ LDF ഭരണസമിതിയെ വെട്ടിലാക്കിയ ഒരു മോഷണമായിരുന്നു തൃശൂർ കോർപ്പറേഷന്റെ പറവട്ടാനി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സ്റ്റോറിലുണ്ടായ 10,000-ലധികം കിലോ വരുന്ന ചെമ്പ് കമ്പിയുടെ മോഷണം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപവും LDF ഭരണസമിതിക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിലും ഉണ്ടായിരുന്നു. കാരണം CITU-വിന്റെ നേതാവായിരുന്ന ഒരാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപവും ഈ കാലത്ത് ഉയർന്നു. അദ്ദേഹത്തിന്റെ അറിവോടെ മുൻകൈ എടുത്തുകൊണ്ടുള്ള മോഷണമാണ് നടന്നതെന്നുള്ള ആരോപണവും കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണവും നടക്കുന്നു. പോലീസിന്റെ അന്വേഷണത്തിന് പുറമെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നിരുന്നു. ഇതിലൊന്നും തൃപ്തി പോരാഞ്ഞാണ് ഇത്തവണ UDF അധികാരത്തിലേറി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ന് പ്രധാന അജണ്ടയായി ഒന്നാമത്തെ അജണ്ടയായി ചർച്ച ചെയ്ത വിഷയം വിജിലൻസിന് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു അജണ്ട കൊണ്ടുവന്നത്. ഇതിനെ BJP അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള LDF കൗൺസിലർമാരും പിന്തുണയ്ക്കുകയുണ്ടായി. കാരണം വലിയ രീതിയിലുള്ള ആക്ഷേപം ഈ അവസരത്തിൽ ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ ഉന്നയിച്ചു. കാരണം കപ്പലിൽ തന്നെയായിരുന്നു ഈ കപ്പലിലുണ്ടായിരുന്ന കള്ളന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള അഴിമതിയും അതുപോലെ തന്നെ കൊള്ളയും നടന്നത്. ഇത് പകൽ കൊള്ളയാണെന്ന് മേയർ അടക്കമുള്ളവരും പറയുകയുണ്ടായി. എന്നാൽ അതേസമയം ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്ത പ്രതിപക്ഷ നേതാവ് TR ഹിരൺ കഴിഞ്ഞ LDF ഭരണസമിതിയെ അടക്കം ആക്ഷേപിക്കുന്നതിനെ എതിർത്തും സംസാരിച്ചു. കാരണം ഭരണസമിതിയിലുള്ള ഏതെങ്കിലും ഒരാൾ ഇതിന് ചുക്കാൻ പിടിക്കുകയോ കുട പിടിക്കുകയോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവന്നാൽ അപ്പോൾ നിങ്ങൾക്കൊപ്പം അതായത് അവസാന പ്രതിയെയും തുറങ്കിൽ അടയ്ക്കുന്നവരെ ഒപ്പം ഉണ്ടാകുമെന്നുള്ള തുറന്നു പറച്ചിലും പ്രതിപക്ഷം നടത്തുകയുണ്ടായി. എന്തായാലും പൂർണ്ണ അർത്ഥത്തിൽ ഏകകണ്ഠമായി വിജിലൻസ് അന്വേഷണത്തിന് ഇപ്പോൾ കൗൺസിൽ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച മോഷണത്തിൽ ഇപ്പോൾ സംസ്ഥാന വിജിലൻസിന് അന്വേഷണം കൈമാറാനുള്ള തീരുമാനത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ. സൂര്യ.